കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാസികകളിൽ വായിച്ചു, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ കാവലാളായ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം കഴിഞ്ഞു. നിങ്ങൾ പത്രത്തിലോ ടി വിയിലോ ഒക്കെ കണ്ടു കാണും. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ഒരുപാട് പ്രതിപക്ഷ ബഹളങ്ങൾക്കൊക്കെ ഇടയിൽ ഒരുപാട് പ്രശ്ന കലുഷിതമായ രീതിയിൽ കഴിഞ്ഞുപോയി. അതിനാധാരമായി ഡൽഹിയിൽ കുറച്ച് സമരങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു. നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ ചേർന്നുള്ള കുറച്ച് സമരങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു പാർലമെൻറ്റിലൊക്കെ നടന്നത്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമായി നിൽക്കുന്ന, ജനാധിപത്യ രാജ്യങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് അഭിമാന പുരസ്കാരം നമ്മൾ പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 80ാം പിറന്നാളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് ജനാധിപത്യം എന്ന് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചിട്ടില്ലേ? എന്താണ് ജനാധിപത്യം? ആൻസേഴ്സ്. എന്താണ് ജനാധിപത്യം? അറിയില്ല എന്ന് പറയരുത്. ഇവരാണ് ക്യാമറ ഓണാക്കി ഇരിപ്പുണ്ട്. എന്താ ജനാധിപത്യം? നിങ്ങൾ പറഞ്ഞ് എന്താ ജനാധിപത്യം? സ്വാഗത പ്രസംഗകൻ തന്നെ പറഞ്ഞു എന്താ ജനാധിപത്യം. അറിയാവുന്ന പറഞ്ഞാൽ മതി. ഐ ആം നോട്ട് ആസ്കിങ് ഫോർ എനി പർട്ടിക്കുലർ ഡെഫിനിഷൻ. വാട്ട് യു നോ അബൌട്ട് ജനാധിപത്യം, ഡെമോക്രസി എന്തായിരുന്നു? ആർക്കും ഒരു ഉത്തരവില്ലേ? കം ഓൺ. മിസ്സുമാരെ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ദാൻ ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് ഡെഫിനിഷൻ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾ വരണമല്ലോ. അപ്പോൾ ജനാധിപത്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതുപോലെ പണ്ട് ഗാന്ധിജിയോട് ഒരു കൊച്ചുകുട്ടി ചോദിച്ചു എന്താണ് ജനാധിപത്യം എന്ന്. അപ്പോൾ ഗാന്ധിജി ഒരു മറുപടി കൊടുത്തു. ഗാന്ധിജി കൊടുത്തത് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: നിങ്ങളൊരു ഓട്ട മത്സരത്തിന് പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഓട്ട മത്സരത്തിൽ നിങ്ങൾക്ക് മോന് അല്ലെങ്കിൽ മോക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, 1ാം സ്ഥാനം കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ 1ാം സ്ഥാനം കിട്ടിയ അഭിമാനത്തോടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഈ ഓട്ട മത്സരത്തിൽ ഞാൻ മാത്രമായിരുന്നു ഓടിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മാത്രമായിരുന്നു പങ്കെടുക്കാനുണ്ടായിരുന്നതെങ്കിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടില്ലെന്നും, എൻ്റെ കൂടെ കുറച്ചുപേർ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് 1ാം സ്ഥാനം കിട്ടിയതെന്നുമുള്ള ഒരാളുടെ തിരിച്ചറിവാണ് ജനാധിപത്യമെന്ന്. അതായത് ഞാൻ മാത്രം എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് നമ്മളെല്ലാവരും എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു പരിവർത്തനമാണ് ജനാധിപത്യമെന്ന്. നമ്മൾ മാത്രം, നമുക്കുള്ളത് മാത്രം, നമ്മുടേത് മാത്രം എന്നുള്ള ചിന്തയിൽ നിന്ന് കുറച്ചുകൂടി വിശാലമായ ചിന്താഗതിയിലേക്കുള്ള മാറ്റമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഗാന്ധിയൻ ഫിലോസഫി എന്നൊക്കെ പറയും. പക്ഷെ ഗാന്ധിജി ശരിക്കും ഒരു ഫിലോസഫർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത് ശരിക്കും ഗാന്ധിജി ഒരു ഫിലോസഫർ അല്ല. ഗാന്ധിജി ഒരു ഓർഗാനിക് തിങ്കർ ആണെന്ന് പറയും. ഓർഗാനിക് തിങ്കർ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം കൊണ്ട് ചില സത്യങ്ങളെ വിളിച്ചു പറയുന്നവൻ, ജീവിതവും വാക്കും തമ്മിൽ അന്തരമില്ലാത്തവൻ എന്നൊക്കെയാണ്. അപ്പോൾ ഒരു ഓർഗാനിക് തിങ്കറായിട്ട് ഗാന്ധിജിയെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ ഏറ്റവും നിങ്ങൾക്ക് അറിയാവുന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ അങ്ങനെയായിരിക്കും അല്ലേ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഒരു സത്യാന്വേഷണ പരീക്ഷണമായിരുന്നു ജീവിതം. ഓർഗാനിക് ഫിലോസഫിയാണ് ഗാന്ധിജിയുടെ. അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ പഠിപ്പിച്ച് നമ്മളുമായിട്ട് സംവദിക്കുമ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയത്തിൽ ഗാന്ധിജി എപ്പോഴും പറയുന്ന ഒരു കാര്യം അതായിരുന്നു: ഇൻക്ലൂസീവ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്. അതാണ് ജനാധിപത്യം, അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടിലും പണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്ത, അതായത് ഞാൻ എന്ന് പറഞ്ഞ അല്ലെ ഞങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ചെറിയ സമൂഹമായിട്ട് ചുരുങ്ങുകയും ബാക്കിയുള്ളവരെയെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്ന ഇൻക്ലൂസീവ് ഫിലോസഫിക്ക് പകരം ഒരു എക്സ്ക്ലൂസിവിറ്റി, എപ്പോഴും എക്സ്ക്ലൂസീവായിട്ട് ചിന്തിക്കുന്ന ഒരാളുകളുടെ ഒരു കൂട്ടം എപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ടാവും. നമ്മൾ അഭിമാനത്തോടെ
നാനാത്വത്തിൽ ഏകത്വം എന്നും ഒക്കെ, ബഹുസ്വരത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇൻക്ലൂസീവ് ആകണം. അതുകൊണ്ടാണ് അംബേദ്കറുമായിട്ടുള്ള ഗാന്ധിജിയുടെ ഒരു കോൺവെർസേഷനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അംബേദ്കറും ഗാന്ധിജിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിജി അംബേദ്കറിനോട് എന്തോ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ ഈ ചില കാര്യങ്ങളൊക്കെ, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ താമസിപ്പിച്ചേക്കാം, ഡിലേ ആക്കിയേക്കാം. അപ്പോൾ അംബേദ്കർ ഗാന്ധിജിയോട് പറയുന്ന മറുപടി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അംബേദ്കർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ അധകൃതർ വഴി നടത്താൻ അവകാശമില്ലാത്ത ഒരു സമൂഹം എന്ന് പറയുന്നവരുടെ അടുത്തേക്കാണ് അംബേദ്കറിനെ പോലെയുള്ളവരൊക്കെ കടന്നു വരുന്നത്. അപ്പോ അങ്ങനെയുള്ളവർക്ക് എന്തു മാതൃരാജ്യമെന്നാ അംബേദ്കർ ചോദിക്കുന്നത്. ഗാന്ധിജിയുടെ കണ്ണത് തുറപ്പിക്കുന്നുണ്ട്. അപ്പോ ഗാന്ധിജി അതുമുതൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പഠിക്കുന്നിടത്താണ് ജനാധിപത്യത്തിൻ്റെ, അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ ഹാപ്പി ഇൻഡെക്സ് ഒക്കെ എടുത്തിട്ട് എല്ലാവരും പറയാറുണ്ട് സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 150നും അപ്പുറത്താണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇപ്പോഴും എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇപ്പോഴും 100-നപ്പുറത്തേക്കാണ് ഇന്ത്യയുടെ മാർക്ക്, അല്ലെങ്കിൽ അതിലും പുറകിലേക്കാണ് ഇന്ത്യയുടെ മാർക്കെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇപ്പോഴും എല്ലാത്തിനെയും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ വരേണ്ടത്. ഇവിടെയാണ് ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത നമുക്ക് മനസ്സിലാകേണ്ടത്. അപ്പോൾ ജനാധിപത്യം എങ്ങനെ പുനഃസൃഷ്ടിക്കാം, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് ആദ്യത്തെ ഒരു ഉത്തരം ഈ ഇൻക്ലൂസിവിറ്റി ആയിരിക്കും, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ. അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഗാന്ധിജി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ ഒരു ഉത്തമനായ ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഉത്തമനായ മുസൽമാനുമാണ്, ഞാനൊരു ഉത്തമനായ ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഉത്തമനായ മുസൽമാനുമാണെന്ന്. അതാണ് ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ ഇന്ത്യക്ക് പുറത്തു നടന്ന പല കാര്യങ്ങളെയും ഗാന്ധിജി തൻ്റെ സ്വാതന്ത്ര്യ സമരത്തോട് ചേർത്ത് പിടിച്ചത് ഈ ഇൻക്ലൂസിവിറ്റി കാരണമാണ്. കുറച്ച് മുസ്ലിമുകൾ ഇന്ത്യക്ക് പുറത്തേക്ക് ലണ്ടനിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സങ്കടത്തോടെ നിരാഹാരത്തിൽ ഇരുന്ന ഗാന്ധിജി അതുകൊണ്ടാണ് അവരെ കൂട്ടിപ്പിടിക്കാൻ നോക്കിയത്. പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഡിവിഷനൊക്കെ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് കൊടുക്കേണ്ട പണം, അല്ലെങ്കിൽ അത് സമയത്ത് കൊടുക്കണമെന്നും പറഞ്ഞ് നിരാഹാരം അനുഷ്ഠിച്ചത് ഗാന്ധിജി അതുകൊണ്ടാണ്. അതായത് എല്ലാവരെയും കൂട്ടിപ്പിടിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളണം. അവിടെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ വിജയം സംജാതമാകുന്നത്. ഇനിയും ഇത് മതത്തിന്റെ പേരിലാണ് എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടതെന്ന ഒരു ചിന്ത എനിക്കുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. വ്യത്യസ്ത അഭിപ്രായങ്ങളെ വെൽക്കം ചെയ്യുന്ന നാടാണല്ലോ നമ്മുടെ നാട്. മതത്തിന്റെ പേരിലാണ് എല്ലാത്തിനെയും കൂട്ടിപ്പിടിക്കുന്നത്, ഒരു നാഷണലിസം ഉണ്ടാക്കേണ്ടത്, മതത്തിന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടേണ്ടത് എന്ന് പറയാറുണ്ട്. പക്ഷേ അവരോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എന്താണ് റിലീജിയൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാവോ? ആർക്ക് പറയാൻ പറ്റും? റിലീജിയൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, ഇതിന്റെ റൂട്ട് മീനിങ് റെലഗാരെ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അർത്ഥം തന്നെ ടു ബൈൻഡ് എന്നാണ്, ഒന്നിപ്പിച്ച് നിർത്തുന്നതാണ്, കൂട്ടിപ്പിടിക്കുന്നതാണ്. അതാണ് മതം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പുറത്തുള്ളവനെ മാറ്റി നിർത്തിയിട്ട്, അന്യമതസ്കരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. അതാണ് മതേതരത്വ രാഷ്ട്രം എന്ന് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അങ്ങനെയാണല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. നമ്മൾക്ക് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഈ ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ജനാധിപത്യ സംരക്ഷണത്തിന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ കാണും. ഇപ്പം ഡൽഹിയിലുള്ള പ്രക്ഷോഭം അല്ലേ, ഡൽഹിയിലോ അതിനെക്കുറിച്ച് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലുള്ള നിരൂപണങ്ങൾ നടത്തിയിട്ടുണ്ട്, പല രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഞാനിപ്പോൾ ആലോചിച്ചു, എന്താണ് ഒരു സമരത്തെ സ്വാധീനിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഒരിക്കലും സംസാരിച്ചപ്പോൾ ഇതിനെപ്പറ്റി ഒരു സംസാരം വന്നപ്പോൾ ഗാന്ധിജിയൊക്കെ എത്രയോ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഉപ്പ് സത്യാഗ്രഹം നിയമലംഘനമല്ലായിരുന്നോ? അങ്ങനെ എത്രയോ നിയമലംഘനങ്ങൾ ഗാന്ധിജി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ സമരങ്ങളും എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? അതിനൊറ്റൊരു മാനദണ്ഡമേ ഉള്ളൂ. ഗാന്ധിജി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗാന്ധിജി തന്നെ പറയുന്ന ഒരു മാനദണ്ഡമുണ്ട്. നമ്മൾ ഇപ്പം ഗാന്ധിജിയായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടുകളിൽ
പല ആൾക്കാരും ഗാന്ധിജി ഈ ലോ വയലേറ്റ് ചെയ്യുന്നതിനെ വിമർശിച്ചിട്ടുണ്ട്. ഗാന്ധിജി കൊടുക്കുന്നത് തെറ്റായ സന്ദേശമാണെന്ന് പറയും. പക്ഷേ പലപ്പോഴും ഗാന്ധിജിയുടെ ഈ സന്ദേശങ്ങളെയൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഗാന്ധിജി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് സമരങ്ങളൊക്കെ സാധൂകരിക്കപ്പെടുന്നത്. സമരങ്ങൾ സാധൂകരിക്കപ്പെടുന്നത് നിയമങ്ങൾ നീതി നിഷേധങ്ങളാകുമ്പോഴാണ്. നിയമങ്ങൾ നീതി നിഷേധങ്ങളാകുമ്പോഴാണ് സമരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജഡ്ജ് ചെയ്യാതെ സമരങ്ങളെ നമുക്ക് സാധൂകരിക്കാൻ സാധിക്കും. അപ്പോൾ നീതി നിഷേധം നടക്കുന്നിടത്ത് സമരവുമായിട്ട് ഇറങ്ങാനുള്ളത് മനുഷ്യന്റെ അവകാശമാണ്. അതാണ് നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത്. അതല്ലാതെ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു, അല്ലെങ്കിൽ അവർ പഠിച്ചതിനുള്ള ഇത് കിട്ടിയില്ല, അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ കുട്ടികൾക്കുണ്ടായ ആ ഒരു ക്ഷോഭം, ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ക്ഷോഭം, അത് ഒരു നീതി നിഷേധത്തിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലേ? അങ്ങനെ ഒരു ചിന്തയിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ എന്തിനെതിരെയെങ്കിലും പ്രതികരിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിനെതിരെ പറയുമ്പോൾ അത് ഒരു ബ്ലൈൻഡ് ഫോളോവറിൻ്റെ ചൽപ്പനങ്ങളാവരുത്. ഒരാളെ അന്ധമായിട്ട് വിശ്വസിച്ച് ചെയ്യുന്നതല്ല, മറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ഈ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അപ്പുറത്തും ഇപ്പുറത്തും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കാഴ്ചപ്പാടല്ല. ഇത് ബോധ്യങ്ങളാണ്. നമ്മൾ ആർജിച്ചെടുക്കേണ്ട, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ബോധ്യങ്ങളാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിലയുണ്ടാവുള്ളൂ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇത് പറയുന്നത്, ഇത്രയെങ്കിലും പറഞ്ഞത് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാം മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാറ്റി എഴുതപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിലെ പല ചരിത്രത്തെയും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലങ്ങളെയൊക്കെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പല കാര്യങ്ങൾക്കും പുനർവായനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാത്ത സമയമാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ കഴിഞ്ഞ ദിവസമല്ല, എനിക്കൊരു 3-4 മാസമായിരുന്നു. അതിനു മുമ്പ് ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള, ഞാൻ ബാംഗ്ലൂർ എന്തോ പോയപ്പോഴാണ് ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ഇങ്ങനെ വായിച്ചു. അപ്പോൾ അതിനകത്ത് ടിപ്പു സുൽത്താനെ ഒരു ഒരു മതത്തിൻ്റെ ആളാക്കിയിട്ടും രാജ്യദ്രോഹിയുമായിട്ടുമൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന രീതിയിലാണ് അത് എഴുതി വെച്ചിരുന്നത്. ഓക്കെ, ഞാനത് വായിച്ചു. പിന്നെ ഞാൻ പഠിച്ച ചില പണ്ട് ചരിത്രം പഠിച്ചതുമായിട്ട് ഇതെന്തോ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ, പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പഴശ്ശിരാജ, ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിസമരം നടത്തിയ പഴശ്ശിരാജയുടെ കഥ നോക്കിക്കഴിയുമ്പോൾ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ കൂടി ഈ ടിപ്പു സുൽത്താനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്ത ഒരു രാജാവെന്ന് നമുക്ക് പറയാവുന്ന ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ഇനിയും അതിലേക്ക് ഡീപ്പായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പലതും മനസ്സിലാകും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പുനർവായനകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞ് രണ്ടാമത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല, നമ്മളത് അന്ധമായിട്ട് അതങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹം, നിങ്ങൾ പ്രതികരിക്കുന്ന സമൂഹമാണ്. കാര്യങ്ങളെ മനസ്സിലാക്കാൻ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന അതാണ്. നമ്മൾ അറിയണം, നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ അന്തസ്സത്ത എന്താണെന്ന് മനസ്സിലാക്കണം. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ലോകരാജ്യങ്ങളുടെയൊക്കെ മുമ്പിൽ നമുക്ക് നല്ല തലയെടുപ്പോടുകൂടി ഒരു ജനാധിപത്യ രാജ്യമെന്ന് പറയാൻ പറ്റുന്നത്. നാടിനോടുള്ള സ്നേഹത്തോടുകൂടി നമ്മൾ പറയില്ലേ, നമ്മുടെ സ്വത്ത വീണ്ടെടുക്കാമെന്നുള്ള ഉറച്ച കരളുറപ്പോടെ, നെഞ്ചുറപ്പോടെ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ നല്ല ആശംസകൾ നേരുന്നു. സ്വതന്ത്രരായിട്ട് ജീവിക്കാം, സ്വതന്ത്രരായിട്ട് ചിന്തിക്കാം, സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഒപ്പം നമ്മുടെ ബോധ്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമുക്ക് മറക്കാതെയിരിക്കാം. താങ്ക് യു വെരി മച്ച്. Kairos Institute. Experience the new era of learning.